2019 തോൽവിയായിട്ട് ഞാൻ ഇന്ന് വരെ, പക്ഷെ കേരളത്തിന്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് വേണ്ടി അതിന്റെ ഉയർപ്പ് എന്നാണ് എന്റെ ഓർമ്മ. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി 2019 തോൽവിയായിട്ട് ഞാൻ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടില്ല. അതൊരു അടിച്ചമർത്തലായിരുന്നു, തോൽപ്പിക്കലായിരുന്നു എന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് വ്യക്തമായ വിശദീകരണങ്ങളുണ്ട്. രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയിലൊക്കെ നമ്മൾ ഡിഫീറ്റഡ് ആണ്. ബട്ട് യു ആർ നോൺ വിക്ടോറിയസ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണയും അതിനുള്ള വമ്പിച്ച സാധ്യതയാണ്. ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കുടുംബവശാൽ ഒരുപാട് രാഷ്ട്രീയ ബാധ്യതകളുണ്ടാവും, രാഷ്ട്രീയ അഫിലിയേഷൻസ് ഉണ്ടാവും, ലാഞ്ചനകളുണ്ടാവും, ഇഷ്ടങ്ങളുണ്ടാവും. അതിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നു. പക്ഷെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം എന്താണ് ഉന്നം വെച്ചത് എന്ന് ദേശീയ തലത്തിൽ ഒരു അവലോകനം, പഠനം, ചർച്ച ഇതെല്ലാം നിങ്ങൾ നടത്തും. ഒരു വോട്ട് ചെയ്യുന്നതിൽ ആഗ്രഹത്തോടെ ഒരു ഉത്സവമായി കൊണ്ടാടാനായി ഉപയോഗിക്കും. ഒരു വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് രാജ്യത്തെ 140 കോടി ജനതയുടെയും നിശ്ചയത്തിന് കോട്ടം വരാത്ത തരത്തിലുള്ള വോട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പ്രക്രിയയായി നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്ത് നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലതുപോലെ നിശ്ചയിക്കും. ഞാൻ BJP-കാരനായതുകൊണ്ട് BJP-കാരന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ പറ്റും. BJP-കാരന് വോട്ട് കൊടുക്കാതെ ഞാൻ മെച്ചപ്പെട്ട ഒരാൾക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ മെച്ചപ്പെട്ടയാൾ അയാളുടെ പ്രവർത്തനത്തിലൂടെ അയാളുടെ മെച്ചം, മേന്മ ഇത് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കാൻ. അങ്ങനെയല്ല വേണ്ടത്. അപ്പോ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആൾ പ്രസംഗങ്ങളിലും ചില പ്രത്യേക കേന്ദ്രങ്ങളിലും പോയുള്ള വർത്തമാനമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അത് മേന്മയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യും. എനിക്ക് വോട്ട് ചെയ്യരുത്. ഇനി അതിന് 5 വർഷം മുമ്പ് ഒരാളെ ഇവിടുന്ന്, അതായത് 2019 മുന്നേ 2014 വേറൊരു രാഷ്ട്രീയക്കാരനെ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് അയച്ചു. അവരും തൃശ്ശൂർ മണ്ഡലത്തിന്റെയെങ്കിലും ജില്ലയെന്നും ഞാൻ പറയുന്നു കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരുടെ സ്വപ്നത്തിലേക്ക് വളർത്തിയോ? വെറും രാഷ്ട്രീയം വളർത്തുന്നതല്ലല്ലോ. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അധമത്തിന് യുദ്ധം ചെയ്യുന്നതല്ലല്ലോ. നിങ്ങളുടെ വോട്ടിന്റെ വില അതിലല്ലല്ലോ നിശ്ചയിക്കുന്നത്. നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവന്നു? നിങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ മക്കളുടെയും അവരുടെ കൊച്ചുമക്കളുടെയും അങ്ങനെ വരാനിരിക്കുന്ന ജന്മ പരമ്പരകളുടെ മുഴുവൻ വളർച്ചയ്ക്കുതകുന്ന അടിസ്ഥാന വികസനത്തിന്റെ അടിത്തറ ഇവിടെ പാകപ്പെട്ടോ? ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ചർച്ച നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് 2014 മുതൽ ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധികൾ അവരുടെ മാറ്റുരച്ച് തിളക്കം തെളിയിക്കാനാവുമോ എന്ന് നിങ്ങൾ പരിശോധിച്ച്, ഞാൻ തോൽപ്പിച്ചു വിട്ട ആളായിട്ടും എന്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ഫണ്ട് വെച്ച്
ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ഗുണം എന്താണ്? ഇനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ന് പറയുന്ന ഒരു ചോദ്യമില്ല, തിരഞ്ഞെടുക്കപ്പെടും എന്ന വമ്പിച്ച ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അതിന് മതിയായ എന്റെ പ്രവർത്തനത്തിന്റെ മികവൽ അംശങ്ങൾ ഞാൻ അവിടെ ഇവിടെ എല്ലാം പാകിവെച്ചിട്ടുണ്ട്. തൃശൂർ ഒരുപക്ഷെ 2019, 2021 പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചില്ല. എങ്കിലും തോറ്റാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കോവിഡ് കാലത്ത് തിരിച്ചു പിടിച്ച 10 കോടിയിൽ നിന്ന് 2 കോടി അനുവദിച്ച് കിട്ടിയപ്പോൾ അതിൽ 1 കോടി ഇവിടുത്തെ ശക്തൻ മാർക്കറ്റിലേക്ക് കൊടുത്തെങ്കിൽ ഒരു MP ആയി തെരഞ്ഞെടുത്ത് വിട്ടാൽ ഉറപ്പായിട്ടും തൃശ്ശൂരിന്റെ കാര്യം ഫണ്ട് വിതരണത്തിൽ അത് മാത്രമേ നമുക്ക് സാധിക്കൂ. നിയമം അതാണ്. പക്ഷെ കേരളത്തിന്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് വേണ്ടി, അതിന്റെ ഉയർപ്പിന് വേണ്ടി, റിസറക്ഷന് വേണ്ടി കൃത്യമായി പണിയെടുത്തിരിക്കും. കേരളം മുഴുവൻ എന്റെ ടാർഗറ്റ് ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് എന്നെ ഇപ്രാവശ്യം ഈ രാഷ്ട്രീയ തസ്കരന്മാർക്ക് തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. ശക്തമായ ഒരു ഭൂരിപക്ഷ പ്രതിരോധം നിങ്ങൾ തീർക്കണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. മതിയായ നേർരേഖകളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പാകത്തിൽ ഇവിടെ മുദ്രകളായി പതിപ്പിച്ചിട്ടുണ്ട്. വികസനത്തിന്റെ ഭാഗമായി ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭരണ സംവിധാനത്തിലൂടെ വന്നിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ മേന്മയ്ക്ക് വേറെ എവിടെയും നോക്കണ്ട. നാഷണൽ ഹൈവേ 17, ഇപ്പോഴത്തെ പഴയ 47, ഇപ്പോഴത്തെ 66. അവിടെ നോക്കിയാൽ മാത്രം കാണാം നിങ്ങൾക്ക് എന്താണ് അടിസ്ഥാന യാത്രാ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള വികസനം. അത് കഴിഞ്ഞ 30 വർഷമെങ്കിലും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. 7 വർഷം കൊണ്ട് നരേന്ദ്രമോദി പ്രതിനിധിയായി ഇവിടെ നിന്ന് തന്നെ തെരഞ്ഞെടുത്തയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരൊറ്റ മോഡ്യൂൾ മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കൊരു ക്രോസ് കട്ട് ഹൈ റൈസ്ഡ് റോഡ് അല്ലെങ്കിൽ ഓവർഹെഡ് റോഡ് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66നെയും നാഷണൽ ഹൈവേ 47നെയും അതിനിടയ്ക്കുള്ള കുന്നംകുളം കോഴിക്കോട് റോഡിൽ ഒരു എക്സിറ്റും എൻട്രിയും വരുന്ന തരത്തിൽ ഒരു റോഡിനുള്ള സാധ്യതയുണ്ട്. ഒരു ഹൈ റൈസ് റോഡ് അല്ലെങ്കിൽ ഒരു ഓവർഹെഡ് റോഡ്. ഇതും സ്വപ്നത്തിലൊന്നാണ്. ഇത് മേയറുമായിട്ട് ചർച്ച ചെയ്തു. ശക്തൻ മാർക്കറ്റിന്റെ പൂർണ്ണമായ വിപുലീകരണം, ഒരു വേൾഡ് ക്ലാസ് മാർക്കറ്റിലേക്ക് അത് ഉയർത്തുന്നു. ഇതൊക്കെ സ്വപ്നങ്ങളാണ്. ഇനി നിരവധിയായ ഒരുപാട് രേഖകൾ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കി എടുക്കുന്നതിന് നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ തരേണ്ടി വരും. പക്ഷെ നൽകുന്ന ഓരോ വർഷവും ഞാൻ പാഴാക്കില്ല എന്ന് പറയുന്ന ആത്മാർത്ഥമായ ഉറപ്പ് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും എന്നെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ചധികമായി ശക്തി ചെലുത്തണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ അല്ലേ?